നമസ്കാരം. അഹങ്കാരവും ധാർഷ്ട്യവും മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിൽ അംഗമാകാനുള്ള യോഗ്യതയാണ്. അതുകൊണ്ടാണ് വിവാദങ്ങൾ ഏറെയുണ്ടായിട്ടും വീണ ജോർജിനെ സംരക്ഷിക്കുന്ന നിലപാടുമായി മുഖ്യമന്ത്രി മുന്നോട്ടു പോകുന്നത്. മന്ത്രി പദവി കയ്യിലുണ്ടെന്നു കരുതി ആരോടും എന്തു തോന്നിയാസവും കാണിക്കാമോ? എന്തായാലും മന്ത്രിയാണെന്നു കരുതി തിരുവനന്തപുരത്തെ അദാനി എയർപോർട്ടിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് നടത്തിയ ഷോയൊക്കെ പൊട്ടിപ്പാളിസായിപ്പോയി. എന്തായാലും കഴിഞ്ഞ കുറച്ചു നാളായി മന്ത്രി വീണ ജോർജിന് സമയം തീരെ അങ്ങോട്ട് ശരിയല്ല. ആശമാരുടെ സമരത്തിലെ പ്രശ്നങ്ങൾ ഒന്നു തണുത്തു വന്നപ്പോഴാണ് ഡോക്ടർ ഹാരിസ് ആരോഗ്യ വകുപ്പിലെ കെടുകാര്യസ്ഥതയെക്കുറിച്ച് തുറന്നു പറഞ്ഞത്. അതുണ്ടാക്കിയ പുകിലുകളൊക്കെ ഒരു വശത്ത് പുരോഗമിച്ചപ്പോഴാണ് അടുത്തായി കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം ഇടിഞ്ഞു വീണതും ഒരാൾ മരിച്ചതും. അതോടെ മന്ത്രിയുടെ രാജിക്കായുള്ള പ്രതിഷേധങ്ങൾ ശക്തമായി നടക്കുമ്പോൾ എന്തൊക്കെ ഉണ്ടായാലും മന്ത്രിയുടെ നിലപാട് പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല എന്ന് പഴമക്കാർ പറയുന്നതാണ് ഓർമ്മ വരുന്നത്. മന്ത്രിയുടെ ചീഫ് ഷോ കാണുമ്പോൾ ഇക്കാര്യം തന്നെ ഓർമ്മ വരും. ഏത് മന്ത്രിയായാലും നിയമങ്ങൾ അനുസരിക്കണം. അതിന് മന്ത്രിയെന്നോ മന്ത്രി പുങ്കവനെന്നോ എന്നൊന്നുമില്ല. ഇനി എന്തായാലും കാര്യത്തിലേക്ക് വരാം. കഴിഞ്ഞ ആഴ്ചയാണ് മന്ത്രിയുടെ ഷോ എയർപോർട്ടിൽ അരങ്ങേറിയത്. സ്വകാര്യ ആവശ്യത്തിനായി ഭർത്താവുമൊത്ത് ദുബായിൽ പോയി തിരികെ വരുമ്പോഴായിരുന്നു ഷോ. മന്ത്രിയെ സ്കാനർ പരിശോധനയ്ക്ക് വിധേയാക്കിയതായിരുന്നു പ്രശ്നങ്ങൾക്ക് കാരണം. പരിശോധനയ്ക്ക് ഡ്യൂട്ടിയിലുണ്ടായിരുന്നത് ബീഹാറിയായ ഉദ്യോഗസ്ഥയായിരുന്നു. അവർക്ക് മന്ത്രിയെ മനസ്സിലായില്ല. അങ്ങനെയാണ് പരിശോധനയ്ക്ക് നിർദ്ദേശിച്ചത്. ഇതോടെ മന്ത്രി ക്ഷുഭിതയായി. സാധാരണ യാത്രക്കാരെ പോലെ പരിശോധന നടത്തി. ഇതാണ് മന്ത്രിയെ അങ്ങോട്ട് പ്രകോപിപ്പിച്ചത്. പിന്നീട് മന്ത്രി അങ്ങ് പൊട്ടിത്തെറിച്ചു. ഉദ്യോഗസ്ഥയെ പാഠം പഠിപ്പിക്കുമെന്ന് പറഞ്ഞു ഭീഷണി. കാര്യങ്ങൾ ബഹളത്തിലേക്ക് പോയപ്പോൾ മറ്റു ചിലരും വന്നു. അവരുടെ സാന്നിധ്യത്തിൽ വെല്ലുവിളിയും തുടർന്നു. ഇതോടെ ഹാൻഡ് ബാഗ് പരിശോധിക്കാൻ ഉദ്യോഗസ്ഥർ തീരുമാനിച്ചു. പിന്നെ പല വീരവാദ മുഴക്കലായിരുന്നു മന്ത്രി നടത്തിയത്. ഇതിനൊപ്പം ജീവനക്കാർക്കെതിരെ പരാതിയും നൽകി. പക്ഷേ തെളിവുകളെല്ലാം വീണയുടെ പരാതിയെ പൊളിക്കുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ ആർക്കും ഒന്നും സംഭവിച്ചില്ല. ഈ സംഭവത്തിന്റെ CCTVയും കസ്റ്റംസുകാർ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ഭാവിയിൽ മന്ത്രി എന്തെങ്കിലും വിവാദമുണ്ടാക്കാൻ എത്തിയാൽ തെളിവ് അനിവാര്യമായതുകൊണ്ടാണത്. കസ്റ്റംസുകാരോട് പിണങ്ങി ഹാൻഡ് ബാഗ് ഉപേക്ഷിച്ചായിരുന്നു മന്ത്രി വിമാനത്താവളം വിട്ടത്. നിങ്ങൾ ഈ ബാഗ് എൻ്റെ ഓഫീസിൽ കൊണ്ടുവരും എന്നായിരുന്നു വെല്ലുവിളി. എന്നാൽ ആരും ബാഗും കൊണ്ട് കൊടുത്തില്ല എന്ന് മാത്രമല്ല, അവസാനം നാണം കെട്ട് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും ആളെത്തി ആ ബാഗ് കൊണ്ടുപോവുകയും ചെയ്തു. ആ ഹാൻഡ് ബാഗിൽ നിയമവിരുദ്ധമായി ഒന്നും ഉണ്ടായിരുന്നില്ല. പരിശോധന നടത്തിയതോടെ വീണ കൂടുതൽ പ്രകോപിതയായി. ഇനി ബാഗ് കൊണ്ടുപോകുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇതിനിടയിൽ എത്തിയ ഒരു ജീവനക്കാരന് മന്ത്രിയെ തിരിച്ചറിയാനായി. പ്രശ്നം ശാന്തമാക്കാനും ശ്രമിച്ചു. പക്ഷേ ഫലം കണ്ടില്ല. സോറി അടക്കം പറയുവാനും മന്ത്രി അനുനയിപ്പിക്കാനുള്ള ശ്രമമൊന്നും അവിടെ വിജയിച്ചില്ല. കാണിച്ചു തരാമെന്ന് ഭീഷണിയാണ് ഉയർത്തിയത്. ഇതോടെ സമ്മർദ്ദത്തിലായ ജീവനക്കാർ മേലുദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടു. നടന്നതെല്ലാം വിശദീകരിച്ചു. ഇതോടെ നിയമം പാലിക്കുന്ന ആരെയും കസ്റ്റംസ് കൈവിടില്ല എന്ന സന്ദേശം ജീവനക്കാർക്ക് കിട്ടി. കസ്റ്റംസ് നിയമം അനുസരിച്ച് ബാഗ് പരിശോധിക്കാനുള്ള അധികാരമുള്ളവരാണ് വീണയുടെ ബാഗും നോക്കിയത്. അതിൽ തെറ്റൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരു വിധത്തിലുമുള്ള നടപടികൾ ഉണ്ടാകില്ല എന്ന ഉറപ്പ് ജീവനക്കാർക്ക് മുകളിൽ നിന്നും കിട്ടി. അങ്ങനെ എല്ലാ അർത്ഥത്തിലും വീണയ്ക്ക് പരിശോധനയ്ക്ക് വിധേയാകേണ്ടി വന്നു. എന്തായാലും സംഭവത്തിൽ മന്ത്രിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധം ഉയരുകയാണ്. മന്ത്രിയുടെ അഹങ്കാരത്തിന് തന്നെയാണ് ആളുകൾ കണക്കിന് വിമർശിക്കുന്നത്.